कुंज बिहारी जयो गोपी जन वल्लभा गिरिवरधारी यशोदनंदना व्रजजनरंजना यशोदनंदना व्रजजनरंजना यमुनातीरा वनचारी यमुनातीरा वनचारी जयो राधा माधवा कुंज बिहारी जयो गोपी जन वल्लभा गिरिवरधारी यशोदनंदना व्रजजनरंजना यमुनातीरा वनचारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ बलदेवा जय सुभद्रमा जय जगन्नाथ बलदेवा जय सुभद्रमा जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव हरि बोल हरि बोल हरि बोल हरि बोल। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 4-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്യസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജഃ സർവാത്മാകേനാപി യഥാ നാദുഷ്യധ്യേയം തഥാ. ഏവം പ്രവർത്യസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജഃ സർവാത്മാകേനാപി യഥാ നാദുഷ്യാധ്യേയം തഥാ. ഏവം അപ്രകാരം പ്രവൃത്യസ്യ വ്യാപൃതനായവർ സദാ നിരന്തരം ഭൂതാനം ജീവസത്തകളുടെ ശ്രേയസി പരമനന്മയ്ക്കായി ദ്വിജ അല്ലയോ ദ്വിജൻ സർവാത്മകേന അപി എല്ലാ പ്രകാരത്തിലും യഥാ എപ്പോൾ ന അല്ല അദുഷ്യത് സംതൃപ്തനായി തീരുന്നു ഹൃദയം മനസ്സ് തഥാ അന്നേരം. വിവർത്തനം. അല്ലയോ ദ്വിജന്മ വിപ്രരെ
സർവമാന ജനങ്ങളുടെയും സർവക്ഷേമത്തിനായി സ്വയം വ്യാപൃതനായിരുന്നിട്ടും കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തനായില്ല. ഭാവാർത്ഥം: സാമാന്യ ജനങ്ങളുടെ സമഗ്രക്ഷേമത്തിനായി അമൂല്യങ്ങളായ വേദസാഹിത്യങ്ങൾ രചിച്ചുവെങ്കിലും വ്യാസദേവൻ സ്വയം സംതൃപ്തനായില്ല. അവിധമായ സമ്പൂർണ്ണ പ്രവർത്തനത്താൽ അദ്ദേഹം സംതൃപ്തനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും പരമമായി അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായില്ല. ഓം അജ്ഞാനത്തിന്റെ അന്തസ്യ ജ്ഞാനാർജന ശലാകയ ചക്ഷുനിമിത്തം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ണു സ്ഥാപിതം യേന ഭൂതലേ സ്വയംഭൂത ഗതാമൃതം ദദാതി സ്വയംഭൂതം. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. നമാമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനേ നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യപാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. അപ്പോ ഇതുവരെ ഈ അധ്യായത്തില് പറഞ്ഞിരുന്നത് ഭാഗവതം എങ്ങനെ ശ്രവിക്കണം എന്നതിനെ കുറിച്ച് ഇതിൽ ആദ്യത്തെ ഈ അധ്യായത്തില് ആദ്യത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു യഥാർത്ഥ പണ്ഡിതൻ വന്നിട്ട് ഒരു യഥാർത്ഥ ആചാര്യനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം എപ്പോഴും ഒരു യഥാർത്ഥ പണ്ഡിതൻ ഭാഗവത ശ്രവണത്തിന് വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അത് പോയിട്ട് പിന്നെ രണ്ടാമത് ഭാഗവത വർണ്ണനം നടത്തുന്ന സഭയിൽ എപ്പോഴും ഒരു പ്രാസംഗികനും ശ്രോതാവും രണ്ടുപേരും, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും ഒരേ യോഗ്യത ഉള്ളവരായിരുന്നു. അതായത് ശൗനക ഋഷി സൂതഗോസ്വാമിയോട് ചോദിച്ചില്ലേ, ആ കാര്യമാണ്. പിന്നെ ശരിക്കും എന്ന് പറയുന്നത് ഒരു ഭാഗവത വർണ്ണനത്തിന്റെ ഒരു യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അതാണ്. കാരണം ഒരു ശ്രോതാവും അത് കേൾക്കുന്ന ആളും പറയുന്ന ആളും ഏതാണ്ട് ഒരേ രീതിയിലുള്ളവരായിരിക്കണം. അപ്പോ ഈ അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഭാഗവതം ശ്രവണത്തിൽ ഇല്ലാത്ത പക്ഷം അങ്ങനെ ഉള്ള ആ ഒരു ഭാഗവത ശ്രവണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉപയോഗശൂന്യമായിരിക്കും എന്ന് നമ്മുടെ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രഭുപാദർ പർപ്പറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശൗനക ഋഷി എടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഒന്നെന്ന് പറയുന്നത് ഏത് യുഗത്തിലാണ് ഇത് ഭാഗവതം പറഞ്ഞത്, അതായത് വ്യാസദേവന് ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് ഏത് യുഗത്തിലാണ്, പിന്നെ ഏത് സ്ഥലത്ത് വച്ചാണ്, പിന്നെ വ്യാസദേവന് ഭാഗവതം എഴുതാനുള്ള പ്രചോദനം നൽകിയത് ഏത് സ്ഥലത്ത് വച്ചാണ് എന്നൊക്കെയായിരുന്നു ശൗനക ഋഷിയുടെ ചോദ്യങ്ങൾ. അതെല്ലാം നേരത്തെ ഉള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് പോയിട്ട് മറ്റ് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് വേദമന്ത്രങ്ങളിൽ എപ്പോഴും അതിന്റെ ഉച്ചാരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാഗവതത്തിന് വന്നിട്ട് ഉച്ചാരണത്തിന്റെ പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല, അത് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം പറയുന്നുണ്ട്, അതായത് വ്യാസദേവൻ ബദരിക ആശ്രമത്തിൽ വെച്ചിട്ട് സരസ്വതി നദിയുടെ തീരത്തിരുന്ന സമയത്ത്, ധ്യാനത്തിലിരുന്ന സമയത്ത് നമ്മുടെ യുഗധർമ്മത്തിലെ വൈരുദ്ധ്യങ്ങൾ ധ്യാനത്തിലൂടെ വ്യാസദേവൻ മനസ്സിലാക്കി. അപ്പോ മനസ്സിലാക്കിയിട്ട് സാമാന്യ ജനങ്ങളുടെ, അതായത് ഈ യുഗത്തിൽ നമ്മളെ സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് വ്യാസദേവൻ ഒരു ധ്യാനത്തിലൂടെ വ്യാസദേവന് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോ അതായത് ഒരു ജ്യോതിഷന് വന്നിട്ട് മറ്റുള്ളവരുടെ ഭാവി വിധിയെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. ഒരു ജ്യോതിശാസ്ത്രജ്ഞന് വന്നിട്ട് നമ്മുടെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. എന്നാൽ ധർമ്മശാസ്ത്രത്തിൽ നിപുണനായിട്ടുള്ള ഒരു മുക്താവിനാണെങ്കിൽ സർവ മാനവരാശിയുടെയും ഭാവി നമുക്ക് ഭാവി പ്രവചിക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു വ്യാസദേവൻ. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് വ്യാസദേവൻ എന്ത് ചെയ്തത്? വേദങ്ങളെ 4ആയിട്ട് തിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4ആയിട്ട് തിരിച്ചു. എന്നിട്ടത് ഓരോരുത്തരെയും അതിന്റെ ഇത് ചുമതല ഏൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാഭാരതം എഴുതി. പിന്നെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇതെല്ലാം വ്യാസദേവൻ, അതായത് സ്ത്രീകൾ, ശൂദ്രർ ഇവർക്കെല്ലാം വേണ്ടിയായിട്ട് മനസ്സിലാവാത്ത രീതിയിൽ മഹാഭാരതം രചിച്ചു. അപ്പോ ഇതെല്ലാം ചെയ്തതിന് ശേഷവും അതായത് കലിയുഗത്തിലെ സർവ്വജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് മഹാഭാരതം അതുപോലുള്ളത് രചിച്ചത്. അപ്പോൾ മഹാഭാരതം ഒക്കെ രചിച്ചതിന് ശേഷവും വ്യാസദേവൻ എന്ത് ചെയ്തു? ഒരു സംതൃപ്തി ഉണ്ടായില്ല. അപ്പോ അതിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ ജന്മ വിപ്രരെ, സർവമാന ജനങ്ങളുടെ സർവക്ഷേമത്തിനായിട്ട് സ്വയം വ്യാപൃതനായിരുന്നിട്ടും കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തനായില്ല. അപ്പം ഭാരതത്തിൽ പറയുന്നുണ്ട്, സാമാന്യ ജനങ്ങളുടെ സമഗ്ര ക്ഷേമത്തിനായി അമൂല്യങ്ങളായ വേദസാഹിത്യങ്ങൾ രചിച്ചുവെങ്കിലും വ്യാസദേവൻ സ്വയം സംതൃപ്തനായില്ല. അമിതമായ സമ്പൂർണ്ണ പ്രവർത്തനത്താൽ അദ്ദേഹം സംതൃപ്തനാവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും പരമമായി അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായില്ല. അപ്പോ വ്യാസദേവൻ സംതൃപ്തനായില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ പ്രധാനമായിട്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് വ്യാസദേവന്റെ അസംതൃപ്തിക്ക് കാരണം? അപ്പോ വ്യാസദേവന്റെ അസംതൃപ്തിക്ക് കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഭഗവാന് അദ്ദേഹം ഇതുവരെ ഇത്രയും എല്ലാം രചിച്ചുവെങ്കിലും ഇതിലൊന്നും തന്നെ വ്യാസദേവൻ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് വ്യാസദേവന് ആ സംതൃപ്തി ലഭിക്കാത്തതിന്റെ കാരണം. അപ്പോ വ്യാസദേവൻ ഇങ്ങനെ ചിന്തിച്ചു. കാരണം അതുകൊണ്ട് വ്യാസദേവൻ ചിന്തിച്ചത്, എന്റെ സാധന പലതും ചിന്തിച്ചു, എന്റെ എന്ത് കുറവ് കൊണ്ടാണ് എനിക്ക് സംതൃപ്തി കിട്ടാത്തത് എന്ന് വ്യാസദേവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം എന്റെ സാധനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പിന്നെ ഗുരു പറയുന്നതിൽ എന്തെങ്കിലും, അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് സ്പിരിച്വലായി അതായത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് വ്യാസദേവൻ ചിന്തിച്ചു. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ട് മുന്നേറിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ചിന്ത വരുള്ളൂ. എന്തെങ്കിലും നമുക്കൊരു കുഴപ്പം തോന്നുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. വ്യാസദേവൻ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ വ്യക്തിയായിരുന്നു. അപ്പൊ ആ ഒരു പരിശുദ്ധ വ്യക്തി ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ചിന്ത വന്നത്. അപ്പോ നമ്മൾ ഓരോരുത്തരും എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ അസംതൃപ്തി കാണും, ഓരോ കുഴപ്പങ്ങൾ കാണും. അപ്പോ നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഭൗതികതയിലായിരിക്കും എപ്പോഴും. നമുക്ക് ഭൗതികമായിട്ട് അല്ല, നമ്മുടെയൊക്കെ ഭൗതികമായിട്ട് നമുക്ക് സംതൃപ്തി കാണില്ല ഓരോ കാര്യത്തിലും. അതേസമയം നമുക്ക് വന്നിട്ട് ആധ്യാത്മികമായി നോക്കുമ്പോൾ നമുക്കതില് ഭയങ്കര സംതൃപ്തിയായിരിക്കും. അപ്പൊ ഒരു മുക്താത്മാവിന് മാത്രം ആ ഒരു സ്പിരിച്വലായിട്ട് സംതൃപ്തി കിട്ടിയില്ല എങ്കിൽ അത് അദ്ദേഹം അത്രയും വലിയ ഒരു പരിശുദ്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്
ഉടനെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളൊരു സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വന്നിട്ട് നമുക്ക് എപ്പോഴും ഭൗതികയിലായിരിക്കും താല്പര്യം കൂടുതൽ. അപ്പോൾ നമുക്ക് ഭൗതികമായിട്ട് എന്ത് കിട്ടിയാലും അതിൽ ഒരു സംതൃപ്തി കാണൂല, അധികമായിട്ട് സംതൃപ്തി കാണൂല. അതേസമയം സ്പിരിച്വലായിട്ട് നമ്മൾ എല്ലാത്തിലും സംതൃപ്തരായിരിക്കും. കാരണം നമുക്കിപ്പം ഭൗതികമായിട്ട് നല്ലൊരു ഭർത്താവിനെ, ഒരു ഭാര്യയെ കിട്ടിയാൽ എന്തായാലും നമുക്ക് നമുക്ക് വീണ്ടും അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് സംതൃപ്തി അതിൽ കാണില്ല. അതുപോലെ നമ്മുടെ ധനപരമായ കാര്യം എത്ര കിട്ടിയാലും നമുക്ക് അതിൽ സംതൃപ്തി കാണില്ല. ഇനിയും അത് വേണം, എന്തെങ്കിലും വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് സാധാരണ കാണുന്നത്. അതേസമയം നമുക്ക് സംതൃപ്തരായിരിക്കും. കാരണം നമ്മൾ ജപിക്കുന്നു, എന്റെ ജപത്തിൽ ഞാൻ സംതൃപ്തരാണ്, പിന്നെ എന്റെ സേവനത്തിൽ ഞാൻ സംതൃപ്തരാണ്. നമ്മള് കാരണം നമുക്ക് ആർക്കും നമ്മുടെ ജപം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് അല്ലായിരിക്കും. എന്നാലും നമ്മുടെ വിചാരം നമ്മളെ ജപം പെർഫെക്റ്റ് ആണ് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ നമ്മൾ സേവനം ചെയ്യും, ഞാൻ ഇത്രയും സേവനം ചെയ്തല്ലോ, ഇത്ര ചിന്തിക്കും, ആ സേവനത്തിൽ നമ്മൾ തൃപ്തരാണ്. അതുപോലെ അപ്പോ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് സാധാരണ ഇങ്ങനെയാണ് സ്പിരിച്വലായിട്ട് നമുക്ക്, അതായത് സാധാരണ ഒരു വ്യക്തിക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് സേവനം ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ തൃപ്തി നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഭഗവാന് ഒരു ഭോഗ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ അതും നമ്മളെ തൃപ്തിക്കായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓരോ ഐറ്റം ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ തൃപ്തിക്കായിരിക്കും. അത് നമ്മൾ ഭഗവാന് തൃപ്തി നമ്മൾ കൂടുതൽ ആരും നോക്കാറില്ല. അതുപോലെ അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഭൗതികമായിട്ടുള്ള ആ ഒരു ഇതിലാണ്, കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. നമുക്ക് സ്പിരിച്വലായിട്ട് നമ്മൾ 16 മാല ജപിച്ചാലും നമ്മൾ അതിൽ തൃപ്തരാണ്. പക്ഷെ ഒരു പരിശുദ്ധ വ്യക്തിക്ക് ഒരിക്കലും അതിൽ തൃപ്തി കണ്ടെത്താൻ പറ്റില്ല. എന്ത് ചെയ്താലും ഇനിയും ചെയ്യണം, ഞാൻ ഭഗവാന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നതായിരിക്കും ഒരു പരിശുദ്ധ വ്യക്തി ചിന്തിക്കുന്നത്. പിന്നെ അപ്പോ വ്യാസദേവൻ എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ വ്യാസദേവൻ ചിന്തിച്ചു, കാരണം എന്റെ എന്ത് കുറവുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ എന്റെ സാധനയുടെ ഇതായിരിക്കാം, പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഗുരു വന്ന് ഉപദേശിക്കാനും കാരണം, നാരദമുനി വന്ന് ഉപദേശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പരിശുദ്ധി കൊണ്ടാണ് നാരദമുനി വരുന്നത് കാരണം. അപ്പം നാരദമുനി നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഭക്തിയാണ് എന്നാണ് നാരദമുനി നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഭക്തിയുടെ സേവനത്തിൽ എത്താനുള്ള ഒരു അതായത് പെർഫെക്ഷൻ ആക്കാനുള്ള റൂൾസ്, റെഗുലേഷൻസ് ഇതെല്ലാം നമുക്ക് നാരദമുനി പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഭക്തി എന്ന് പറയുന്നത് നമ്മളാൽ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ്. അതായത് നമ്മൾ ഭക്തിയെ കുറിച്ച് അത് മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കില്ല. നമ്മൾ തന്നെ ഭക്തിയെ കുറിച്ച് മനസ്സിലാക്കി എടുക്കണം. ഇതെല്ലാം നാരദമുനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വന്ന് ശ്രീല പ്രഭുപാദോട് ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് ഞാൻ ഭഗവത്ഗീത വായിച്ചു, ഭഗവത്ഗീത കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ശ്രീല പ്രഭുപാദ് ആ കുട്ടിയോട് ചോദിച്ചു, എന്നിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടി, എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പ്രത്യേകിച്ചൊന്നും അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോ ശ്രീല പ്രഭുപാദ് പറഞ്ഞു, അതില് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനാണ് സുപ്രീം ഗോഡ് എന്ന് ഭഗവാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഭഗവാനാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാനെ സേവനം ചെയ്ത് അതിലോട്ട് വരിക എന്നതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ ഇത് രണ്ടും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഭഗവത്ഗീത ഒരു ഭഗവത്ഗീത വായിക്കുന്ന ഒരു യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് ഭഗവാൻ ആരാണ്, ഭഗവാനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് മനസ്സിലാക്കാൻ ഒരു യഥാർത്ഥ പണ്ഡിതൻ, അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്കതിന് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ. അപ്പോ ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മളാൽ തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മള് എങ്ങനെ സേവിക്കണം, ഭഗവാനെ സേവിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ഭഗവാനെ സേവിക്കണമെന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ആ സ്പിരിച്വൽ മാസ്റ്ററിന് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ഡിസൈപ്പിന്റെയും സൈക്കോളജിക്കൽ നേച്ചർ അറിയാൻ കഴിയും. അപ്പോൾ അതിലൂടെയാണ് സ്പിരിച്വൽ മാസ്റ്റർ ഓരോ ശിഷ്യന്മാർക്കും ഓരോ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി വേണം ആ ഓരോ സർവീസും നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ നേച്ചർ അനുസരിച്ച് സ്പിരിച്വൽ മാസ്റ്റർ നമുക്ക് എപ്പോ ഒരു സർവീസ്, അതായത് നമ്മൾ ചിലപ്പോ സ്പിരിച്വൽ മാസ്റ്റർ തരുന്ന ആയിരിക്കില്ല നമുക്ക് ചെയ്യാൻ താല്പര്യം. നമുക്ക് വേറെ ചില സർവീസ് ആയിരിക്കും ചെയ്യാൻ താല്പര്യം. പക്ഷേ സ്പിരിച്വൽ മാസ്റ്റർ തരുന്നത് നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഒരു സർവീസാണ് സ്പിരിച്വൽ മാസ്റ്റർ തരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ പെർഫെക്റ്റ് ആകാൻ പറ്റും. നമുക്ക് അതിലൂടെ മാത്രമേ പരിശുദ്ധമാകാൻ പറ്റൂ. അതേസമയം നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള സർവീസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൽ വിജയിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരുപാട് മുക്താത്മാക്കള് ഭഗവാനെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരെങ്ങനെയാണ് ഭഗവാനെ സർവീസ് ചെയ്യുന്നതെന്ന് നമ്മളത് അറിയണം. അറിഞ്ഞിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും ഭഗവാനെ സർവീസ് ചെയ്യാൻ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സർവീസിൽ ഭഗവാൻ ചെയ്യുന്ന ആ സർവീസിൽ നമുക്കത് നേരെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ ഗുരുക്കന്മാര് അവരെ പോലുള്ളവര് എങ്ങനെയാണ് എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു, നമുക്ക് അതുപോലെ ആകാൻ പറ്റില്ലെങ്കിൽ അത് കണ്ട് നമ്മൾ നമ്മുടെ സർവീസിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചെയ്യാൻ നോക്കണം. അപ്പൊ ഇവിടെ വ്യാസദേവൻ വന്നിട്ട് അത്രയും ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു മുക്താത്മാവായിരുന്നത് കൊണ്ടാണ് വ്യാസദേവന് ആ ഒരു അവസരത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്. അതായത് നമുക്കിങ്ങനെ പല സമയം നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പിരിച്വലായിട്ട് മുന്നേറാൻ പറ്റുള്ളൂ. നമ്മുടെ തെറ്റെന്താണ്, പിന്നെ അതുപോലെ നമ്മൾ സ്പിരിച്വലായിട്ട് വരുന്ന മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും നമ്മൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണ്, അപ്പോ എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് ഈ ജീവിതത്തിൽ എന്തർത്ഥം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്പിരിച്വലിലോട്ട് വരാൻ കഴിയുള്ളൂ.
അതുപോലെ ഇവിടെ വ്യാസദേവൻ ഒരു പരിശുദ്ധ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെറിയൊരു വീഴ്ച പറ്റിയപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ കുഴപ്പം എന്താണ്, എന്റെ സാധനയിലുള്ള കുഴപ്പമാണോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നാരദമുനി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീഴ്ച മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ നമുക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരു വഴി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിലെ വ്യാസദേവന്റെ അതൃപ്തിയെ കുറിച്ചാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി പറയുക. ഓക്കെ മാജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ മാജി. വേറെ ആർക്കും ഒന്നും പറയില്ലെങ്കിൽ നമുക്കൊന്ന് നിർത്താം. വാഞ്ചകൽപതരൂപേഷ കൃപാ സിന്ധുഭ്യോ ജപദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Mataji. Hare Krishna. Thank you, Maji.